സർക്കസ് കൂടാരത്തിന് മുന്നിലെ അത്ഭുതം കാണാൻ തിക്കിത്തിരക്കി ആളുകൾ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിനിമയേക്കാൾ പ്രതാപം സർക്കസിന് കിട്ടിയ കാലം. പക്ഷേ ഇന്ന് അങ്ങനെയാണോ സ്ഥിതി? സർക്കസുകാരുടെ ജീവിതം തന്നെ ഞാണിന്മേൽ കളിയാവുകയാണോ? തിരുവനന്തപുരത്തെ ജെമിനി സർക്കസ് വേദി വരെ നമുക്ക് സുനിഷ അയ്യല്ലൂരിനൊപ്പം ഒന്ന് പോയി അവിടുത്തെ കാഴ്ചയെന്തെന്ന് കണ്ടുവരാം. പിടിച്ചു നിർത്തിയ മന്ത്രജാലമാണിത്. ഈ കണ്ട കാഴ്ച പോലെ നമ്മളെ സന്തോഷിപ്പിച്ച, അതിശയിപ്പിച്ച, കൗതുകമുണർത്തുന്ന കാഴ്ചകളാണല്ലേ സർക്കസ് വേദിയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ജീവിതം അത് പിന്നാമ്പുറത്ത് എത്രത്തോളം നിറമുള്ളതാണ് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ കൂടാരം ഇങ്ങനെ പടുത്തുയർത്തുന്നതിൽ പങ്കുവഹിച്ച നിരവധി പേരുണ്ട്. അവരെങ്ങനെയാണ് ഇത് പടുത്തുയർത്തിയത് എന്നത് കൂടി നമുക്ക് അറിയേണ്ടതല്ലേ. നമ്മുടെ ജീവിതം തന്നെ പലപ്പോഴും ഞാണിന്മേൽ കളിയാണെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലേ. പക്ഷേ ഈ സർക്കസ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത മാർഗം തന്നെ ഇതുപോലെ ഞാണിന്മേൽ കളിക്കുന്ന ഒരു സംഗതിയാണ്. ട്രിപ്പീസിൽ ഊഞ്ഞാലാടി, ജോക്കറായി, റിംഗ് മാസ്റ്ററായി, സൈക്കിൾ അഭ്യാസം നടത്തി നിരവധി പേരാണ് ഇവിടെ ഉപജീവന മാർഗം തേടുന്നത്. മുന്നിലുള്ള കാണികളെ രസിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ മുന്നിൽ കാണികളില്ലെങ്കിൽ എന്ത് ചെയ്യും? ജനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു എല്ലാ ഒരു എനർജി ഉണ്ടാവുള്ളൂ. पब्लिक नहीं है तो उतना ठीक नहीं लग रहा है. अच्छा पब्लिक नहीं है, अभी थोड़ा खराब लग रहा है. ഇത് ഭൂഷൺ. അഭ്യാസ പ്രകടനം കൊണ്ട് കയ്യടി വാങ്ങി മടങ്ങിയിരുന്നൊരാൾ. ഇന്ന് ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ വേദനയോടെയാണ് പ്രകടനങ്ങൾ. पब्लिक का शोर, सिटी माता, ताली माता, तो उससे अच्छा लगता है. आप लोग आइए, देखिए और हमें अच्छे लगेंगे. आप लोग का जो सपोर्ट मिलेगा हमें. തീർന്നിട്ടില്ല. ജീവിതത്തിലെ വേദനകളെ ചായം തേച്ച് മറച്ച് കോമാളിയായി ചിരിപ്പിക്കുന്ന ഈ മനുഷ്യർക്കുമുണ്ട് സങ്കടം. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അത് വീട്ടിൽ ആര് പോയാലും ഉണ്ടെങ്കിലും. रिंग समय वेरु अद समय नाना दुखम कष्टम एल्ला मरणम. അങ്ങനെ നിരവധി പേർ. സർക്കസിന്റെ പറുദീസയായിരുന്ന കേരളത്തിൽ ഒരു കാലത്ത് സിനിമയേക്കാൾ പ്രതാപം സർക്കസിനായിരുന്നു. കാലം മാറി, സാങ്കേതിക വിദ്യ വളർന്നു, സർക്കസിലെ കാണികളുടെ എണ്ണവും കുറഞ്ഞു. വരവിനേക്കാൾ ഇപ്പോൾ ചിലവാണ് കൂടുതൽ. എല്ലാം കൂടി 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവുണ്ടാകും ചിലപ്പോൾ ഒരു ദിവസം തന്നെ. കയ്യിൽ നിന്ന് തന്നെ ചിലവാണ്. എത്രയോ മോശമാണ്, വളരെ മോശമാണ്. മലയാളിക്ക് നഷ്ടം തന്നെയാണ്. കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ നടത്തം ചെയ്യാണ്ടാവും. ഒരു സിനിമയോ നാടകമോ പോലെ 3 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഉണ്ടാവുന്നതല്ല സർക്കസ്. വർഷങ്ങളുടെ നിരന്തരമായ പരിശീലനവും വഴക്കവും തഴക്കവും വേണം. ജനങ്ങളിൽ നിന്ന്, സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഈ കല തന്നെ ഇല്ലാതാകും. ആൾക്കാരും കുട്ടികൾക്കൊക്കെ ആനിമൽസിനെ കാണുന്നതാണ് ഒരു ഇൻട്രസ്റ്റ്. നിങ്ങൾ ട്രൂലി മിസ് ചെയ്യും ഇവിടെ വന്നില്ലെങ്കിൽ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാൻ കുറേ വർഷത്തിന് ശേഷമാണ് വരുന്നത്. സർക്കസിനെ ഇത്രമേൽ സഹായിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ സർക്കാർ സംവിധാനങ്ങളോ സഹായങ്ങളോ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തലശ്ശേരിയിൽ ഒരു അക്കാദമി എന്ന കാര്യം നേരത്തെ ആലോചനയിലുണ്ടായിരുന്നെങ്കിൽ പോലും പദ്ധതി എങ്ങും എത്തിയില്ല. ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലായല്ലോ, പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുത കൊട്ടാരമാണ് ഈ കൂടാരം. പക്ഷേ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നതേയില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനും വിഷ്ണുപ്രസാദിനുമൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അവിടെ ജെമിനി സർക്കസിന്റെ കൂടാരത്തിലേക്ക് സുനിഷ എത്തിയപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കഴിഞ്ഞ ദിവസം ഈ റാംബോ സർക്കസിന്റെ പരസ്യമൊക്കെ കണ്ടപ്പോൾ കുറേ കാലമായി സർക്കസ് കാണാൻ പോയിട്ട്, അപ്പോൾ ഒന്ന് പോയി കാണണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ജീവിതം അത് കളർഫുൾ ആകണമെങ്കിൽ, സർക്കസ് കൂടാരത്തിലെ വർണ്ണവിധാനങ്ങൾ പോലെ കളർഫുൾ ആകണമെങ്കിൽ കൂടുതൽ പേർ അവിടേക്ക് പോവുകയും സർക്കസ് കാണുകയും ഒക്കെ ചെയ്യണം. അത് ആളൊഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആധി എത്രത്തോളമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഓണക്കാലത്ത് എല്ലാവരുടെയും ജീവിതം കളർഫുൾ ആകണ്ടേ? അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളും ചെയ്തു കൊടുക്കണം.